വയനാട് ദുരന്ത മേഖലയിൽ നടത്തിയ തെരച്ചിലിൽ ഇന്ന് 2 ശരീരഭാഗങ്ങൾ കൂടി കണ്ടെത്തി. ചാലിയാറിൽ നിന്നും വെള്ളാർമലയിൽ നിന്നുമാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. മുതിർന്ന ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ദുരന്ത മേഖലയിൽ സന്ദർശനം നടത്തുകയാണ്. ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തെ അപകട സാധ്യത പരിശോധിക്കുമെന്ന് ജോൺ മത്തായി പറഞ്ഞു. അതേസമയം തിരച്ചിൽ നടത്തിയ വിവിധ സേനകൾ അറിയിച്ച സംശയങ്ങളും അഭിപ്രായങ്ങളും വിദഗ്ധ സംഘത്തെ അറിയിച്ചുവെന്ന് മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. ചാലിയാർ മേഖലയിൽ നിന്ന് നിതിൻ അംബുജനാണ് വിവരങ്ങളുമായി ചേരുന്നത്. നിതിൻ, ചാലിയാർ ഭാഗത്ത് നിന്നിപ്പോൾ കൂടുതൽ ആളുകളെ, കൂടുതൽ ദൗത്യ സംഘാംഗങ്ങളെ ഇറക്കിയുള്ള വിശദമായ തെരച്ചിലാണ് നടക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഏതൊക്കെ മേഖലകളിലാണ് ഇപ്പോൾ ഈ പരിശോധന പുരോഗമിക്കുന്നത്? നിതിൻ. വിജുമാർ, ജനകീയ തിരച്ചിൽ ഇന്ന് രാവിലെ 8 മണി മുതൽ ആരംഭിച്ചു. ഈ ജനകീയ തിരച്ചിലാണ് തലപ്പാലി മേഖലയിൽ ഒരു ശരീരഭാഗം കണ്ടെത്തിയത്. അത് പുരുഷൻ്റെതാണെന്നാണ് നിഗമനം. അഴുകിയ നിലയിലായിരുന്നു ശരീരഭാഗം. ശരീരഭാഗം ഇപ്പോൾ നിലമ്പൂരിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പിന്നീട് DNA പരിശോധനാ സാമ്പിൾ ഫലമെല്ലാം തന്നെ എടുക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ശരീരഭാഗം നിലമ്പൂരിലേക്ക് മാറ്റി കൂടുതൽ തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പ്രധാനപ്പെട്ട മേഖലകളായി ഇപ്പോൾ ദൗത്യസംഘം കണക്കാക്കിയിരിക്കുന്നത് ഒന്ന് മുണ്ടേരി, അതോടൊപ്പം തന്നെ ഈ കുമ്പളപ്പാറ മേഖല. ഈ കുമ്പളപ്പാറയിലെ വനമേഖലയിൽ തണ്ടർബോൾട്ട്, പോലീസ്, അതോടൊപ്പം തന്നെ NDRF അടക്കമുള്ള സംഘത്തിന്റെ 15-അംഗ സംഘമാണ് ഈ വനമേഖലയിൽ തിരച്ചിൽ നടത്തുന്നത്. കൂടാതെ ചാലിയാർ പുഴ തീരത്തും ഇത്തരത്തിൽ ഈ തിരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുന്നു. അതോടൊപ്പം ഈ ഒരു റെഗുലേറ്റർ അടക്കമുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും ഈ മുണ്ടേരി അടക്കമുള്ള മേഖലകളിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകാം എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ദൗത്യസേന ഇപ്പോൾ ഉള്ളത്. അതിന്റെ ഭാഗമായുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും ഇതുവരെ 248 മൃതദേഹമാണ് ചാലിയാർ തീരത്ത് ഒഴുകിയെത്തിയത്. 80 മൃതദേഹവും അതോടൊപ്പം തന്നെ 168 ശരീരഭാഗങ്ങൾ, അങ്ങനെ 248 മൃതദേഹം ഇതുവരെ ചാലിയാറിൽ നിന്ന് കണ്ടെത്തി. ശരീരഭാഗങ്ങൾ അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തും വരെ ഇത്തരത്തിലുള്ള തിരച്ചിൽ തുടരുമെന്നാണ് ദൗത്യസേന അറിയിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള ഒരു തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വനമേഖല കേന്ദ്രീകരിച്ചും കൂടാതെ ചാലിയാർ പുഴ തീരത്തുമാണ് ഇത്തരത്തിൽ ഒരു ജനകീയ തിരച്ചിൽ പുരോഗമിക്കുന്നത്. വൈകിട്ട് ഏതാണ്ട് 6 നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. നിലമ്പൂർ ചാലിയാർ മേഖലയിലാണ് ജനകീയ തെരച്ചിൽ നടക്കുന്നത്. അവിടെ പരമാവധി ആളുകളെയൊക്കെ അതിന്റെ ഭാഗമാക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് തുടരും അടുത്ത ദിവസങ്ങളിലും എന്ന സൂചനയും വരുന്നുണ്ട്. വിശദാംശങ്ങളാണ് നിതിൻ നൽകുന്നത്.